മരണത്തിൻ പടി താണ്ടി വന്നോനെ ഈ പാപിയെ നയിക്കണമേ. ഭാരത സഭയ്ക്ക് ഏറ്റവും വേദന ഉണ്ടാക്കിയ ചില നാളുകളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ വെച്ച് മനുഷ്യക്കടത്തിൻ്റെ പേര് പറഞ്ഞ്, മതപരിവർത്തനത്തിൻ്റെ പേര് പറഞ്ഞ് തുറങ്കലിലടയ്ക്കുകയുണ്ടായി. ഇതിനെതിരെ ഏറെ പ്രതിഷേധമുണ്ടായി. സഭ മുഴുവനും ഈ അനീതിക്കെതിരെ നന്നായി ശബ്ദിച്ചു. സഭ മാത്രമല്ല ശബ്ദിച്ചത്, മറിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പൊതുപ്രവർത്തകരും സാംസ്കാരിക കേരളത്തിലെയും ഭാരതത്തിലെ ഓരോ മനുഷ്യരും ഇതിനെതിരെ ശബ്ദിച്ചു. എന്തുകൊണ്ടാണ് ഇത്രയധികം ശബ്ദമുയർന്നത്? കാരണം ചരിത്രം അങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. കാലങ്ങളായി കത്തോലിക്ക സഭയിലെ ഓരോ കന്യാസ്ത്രീ അമ്മമാരും ജന്മം നൽകാതെ പോയ അനേകം കുഞ്ഞുങ്ങൾക്ക് അമ്മയായിട്ടുണ്ട്. അനേകം രോഗികളെ അവർ മാറോട് ചേർത്ത് വച്ചിട്ടുണ്ട്. മക്കൾ നഷ്ടപ്പെടുത്തിക്കളഞ്ഞ മാതാപിതാക്കളെ ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ടുണ്ട്. അങ്ങനെ ആതുര ശുശ്രൂഷയിലും കാരുണ്യ പ്രവൃത്തിയിലും നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് കത്തോലിക്ക സഭയിലെ സമർപ്പിതർക്ക്. അത് വളരെ കൃത്യമായിട്ട് ജാതിമതഭേദമന്യേ എല്ലാവർക്കും അറിയാം. എന്നിട്ടും ആ മിഷൻ പ്രവർത്തനത്തെ മതപരിവർത്തനത്തിൻ്റെ പേര് പറഞ്ഞും മനുഷ്യക്കടത്തിൻ്റെ പേര് പറഞ്ഞും അങ്ങനെയൊക്കെ തടവറയിൽ അടയ്ക്കാമെന്ന് വിചാരിച്ചാൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. ചെയ്യേണ്ട നന്മകളും ചെയ്യുന്ന നീതിയും ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഏത് തുറങ്കലിലടച്ചാലും എങ്ങനെ വായടപ്പിച്ച് നോക്കിയാലും. കാരണം ഈ ചെയ്യുന്നതൊക്കെ ക്രിസ്തുവിൻ്റെ പേരിലാണല്ലോ. അതുകൊണ്ട് എന്തിനു വേണ്ടിയാണോ ഒരു കുഞ്ഞു പ്രായത്തിൽ ഇറങ്ങി പുറപ്പെട്ടത്, അത് ആരുടെയെങ്കിലുമൊക്കെ ഭീഷണിയുടെ മുമ്പിലോ മരണത്തിൻ്റെ വെല്ലുവിളിയുടെ മുമ്പിലോ ഒന്നും നിർത്തില്ല. ഇന്ന് ഗോസ്പലിൽ കാണുന്നത് ആ ചൈതന്യത്തോടെ നിൽക്കുന്ന ഒരു സ്നാപക യോഹന്നാനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നീതിക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചു. അതിൽ അദ്ദേഹം ഒരിക്കലും അയവ് വരുത്തിയില്ല. തല പോകുമെന്നറിഞ്ഞിട്ടും നാവ് പറയേണ്ട സത്യം അയാൾ വിളിച്ചു പറഞ്ഞു. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നെ കടന്നുപോയി. ഇത്ര ധീരതയോടെ അദ്ദേഹത്തിന് കടന്നു പോകാൻ സാധിച്ചെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാം, തൊട്ടു പിന്നാലെ വരുന്നവൻ്റെ പ്രചോദനമാണ്. അങ്ങനെയാണെങ്കിൽ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത മുമ്പിൽ നടന്നുപോയ ഒരു ക്രിസ്തുവാണ്. ക്രിസ്തു പഠിപ്പിച്ച ഓരോ വാക്കുകളും ജീവിതത്തിൽ സൂക്ഷിക്കുന്ന ഓരോ ക്രൈസ്തവരും ഇന്ന് സഭയിലുള്ളിടത്തോളം കാലം അങ്ങനെയൊന്നും ക്രൈസ്തവ സഭയുടെ നന്മയും സ്നേഹവും കരുണയൊന്നും വറ്റിപ്പോകില്ല, വറ്റിപ്പോകാൻ അനുവദിക്കുകയുമില്ല. കത്തോലിക്ക സഭയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും, എവിടെയാണോ സഭ ഒത്തിരി പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളതും അവിടെയാണ് സഭ ഏറ്റവും അധികം വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളികളും ഈ വിലപേശലുമൊക്കെ വലിയൊരു സാധ്യതയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ എല്ലാ ക്രൈസ്തവ സഭകളും ഒരുമിച്ച് ഒരു വായ്കെട്ടി പ്രതിഷേധം നടത്തുകയുണ്ടായി രാജ്ഭവൻ്റെ മുമ്പിൽ. അന്ന് ഒരു ദിവസം മുമ്പ് നൽകിയ ഒരു നോട്ടീസിൻ്റെ ബലത്തിൽ ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ കുറച്ച് വൈദികർ പറയുന്നുണ്ടായിരുന്നു, എത്ര പേര് പങ്കെടുക്കും? കാരണം അത്ര പ്രിപ്പറേഷനൊന്നും ഇല്ലാത്തൊരു പ്രതിഷേധമാണല്ലോ. എന്നാൽ അവിടെ കണ്ടത് ആയിരക്കണക്കിനുള്ള പുരോഹിതരും സന്യസ്തരും അൽമായരുമാണ്. ഇത് തികച്ചും അത്ഭുതമെന്നാണ് തോന്നിയത്. ഒരുപക്ഷെ എവിടെയൊക്കെയാണോ വെല്ലുവിളിക്കപ്പെടുന്നത് അവിടേക്ക് ഒരുമിച്ച് ചേരാൻ ഒരവസരമായി മാറുന്നുണ്ട്. വീണ്ടും ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ഒരവസരം കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പീഡിപ്പിക്കപ്പെട്ട സഭ എല്ലായ്പ്പോഴും ക്രിസ്തുവിൻ്റെ നാമത്തിൽ വളർന്നിട്ടേ ഉള്ളൂ. സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ തലപോകുമെന്നറിഞ്ഞിട്ടും അയാൾ ആ സത്യം പറഞ്ഞുവെങ്കിൽ ഇനിയും ക്രൈസ്തവർ ഓരോരുത്തരും ആ സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഹൃദയത്തിലെ നന്മയും കരങ്ങളിലെ കാരുണ്യവും ചെയ്തുകൊണ്ടേയിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹനത്തിനൊരു രൂപമുണ്ടെങ്കിൽ അതെന്നേശുനാഥനല്ലേ. മരണത്തിൻ പടി താണ്ടി വന്നോനെ ഈ പാപിയെ നയിക്കണമേ. സഹനത്തിനൊരു രൂപമുണ്ടെങ്കിൽ അതെന്നേശുനാഥനല്ലേ. മരണത്തിൻ പടി താണ്ടി വന്നോനെ ഈ പാപിയെ നയിക്കണമേ.
സ്നേഹത്തിനാധാരം നിൻ ബലിദാനം മഹത്വം പുണ്യമാർഗത്തിൻ വാതായനം നശ്വര ജീവിതാഭിലാഷങ്ങൾ അങ്ങേക്കു മാത്രമായി സമർപ്പിച്ചിടുമ്പോൾ നിൻ പാദരേണുവിൻ ശിരസിലായി ചേർന്നിടട്ടെ. തിരുരൂപമകമേ തെളിയും നേരം കരുണാർദ്രം നിൻ കൈതരോടം എൻ മുറിവുകളാറ്റിടട്ടെ. സഹനത്തിനൊരു രൂപമുണ്ടെങ്കിൽ അതെന്നേശുനാഥനല്ലേ. മരണത്തിൻ പടി താണ്ടി വന്നോനെ ഈ പാപിയെ നയിക്കേ